നിയമസഭയിൽ അടക്കം ചർച്ചയായെങ്കിലും ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റൂട്ടിൽ തകർന്ന അപകടാവസ്ഥയിൽ കിടക്കുന്ന ഭാഗം താത്കാലികമായെങ്കിലും നന്നാക്കാതെ അധികൃതർ. റോഡ് ആര് നന്നാക്കുമെന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിൽ തർക്കം തുടരുകയാണ്. റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽപ്പെട്ട് ബൈക്ക് യാത്രികരടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പെരുമ്പാവൂർ റോഡ്, ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്. 8 മാസമായി റോഡ് കേടായി കിടക്കുകയാണ്. 8 മാസം. അപ്പോൾ PWDക്കെതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല, ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ്. എൻ്റെ കയ്യിലുണ്ട്, മലയാള മനോരമയിൽ വന്ന ആ ബോർഡിൻ്റെ പടമുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തികൾ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു, ഇത് ഞങ്ങളുടേതല്ല ഈ റോഡ്. മരാമത്ത് വകുപ്പ് ഒപ്പ്. എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. റോഡ് മോശമായി കിടക്കുന്നതിൻ്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക. ഇത് ഞങ്ങളുടെ അല്ല, ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെയാണ് എന്ന് റോഡ് വെക്കേണ്ട. അതാണ് കോർഡിനേഷൻ. സംസ്ഥാനത്ത് കോർഡിനേഷൻ നടക്കുന്നത്. സമയബന്ധിതമായി വർക്കുകൾ തീർക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു. കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അലംഭാവം. ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അല്ല, പൈസ കിട്ടാത്തതുകൊണ്ടാണ്, ധനകാര്യ വകുപ്പിൽ നിന്ന് അലംഭാവം, വലിയ തോതിൽ കുടിശ്ശിക. അതുകൊണ്ട് റോഡ് വർക്കുകൾ ആളുകൾ ഏറ്റെടുക്കുന്നില്ല, പലതിനും ടെൻഡർ എടുക്കുന്നില്ല, നിൽക്കുകയാണ്. അപ്പോൾ ഈ വർഷം വയ്ക്കുന്ന വർക്ക് ഈ വർഷവും തീരില്ല, അടുത്ത വർഷവും തീരില്ല, അതിനടുത്ത വർഷവും തീരാത്ത രീതിയിലേക്ക് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ആസിഫ് ഉണ്ട് കൊച്ചിയിൽ വിശദാംശങ്ങളുമായി. ആസിഫ്, സഭയിലടക്കം ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. ഇപ്പോഴും റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും ഇതിൽ തർക്കം തുടരുകയുമാണ്. എന്താണ് വിവരങ്ങൾ ആസിഫ്? തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ റോഡ് കഴിഞ്ഞ 1 വർഷത്തോളമായി ഇത്തരത്തിൽ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ആ സമയത്ത് ഈ റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇത് നന്നാക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്തും സർക്കാരും ഈ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ നിലവിലുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഈ വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. കാരണം ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, താൽക്കാലികമായെങ്കിലും ഈ വലിയ കുഴികൾ അടച്ച് അത് സഞ്ചാരയോഗ്യമാക്കണമെന്ന ഒരു ആവശ്യമാണ് ജനങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കാരണം രാത്രികാലങ്ങളിലോ മഴയോ മറ്റോ പെയ്താൽ ഈ ഒരു റോഡിൽ പൂർണ്ണമായ രീതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പയ്യെ വരുന്ന ബൈക്കുകൾ പോലും ഈ കുഴിയിലേക്ക് പെട്ടുപോകാനുള്ള വലിയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിരവധി തവണ വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞു വീണ അപകടമുണ്ടാകുന്ന ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതടക്കം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും ഇപ്പോൾ യാത്രക്കാർ ഇതിനെ ഒരു ഓഫ് റോഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് PWDയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഓഫ് റോഡിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരടക്കം ഇവിടെ ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ പൂർണ്ണമായും പൊളിഞ്ഞ നിരന്നു കിടക്കുന്ന വാഹനങ്ങൾ ഒരു ഘട്ടത്തിലും കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഒരു റോഡിലുണ്ട്. നമുക്കറിയാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്. മറ്റ് ദിവസങ്ങളിൽ ഈ സ്കൂളിലേക്കും മറ്റും പോകുന്ന വാഹനങ്ങളും മറ്റും വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നമുക്ക് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ അറിയാം അതിൻ്റെ ഏത് തരത്തിലാണ് ഇത് കിടക്കുന്നതെന്ന് ഉള്ളത്. നമുക്ക് ഈ നാട്ടുകാരുടെ അടക്കം ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് അല്പസമയത്തിനകം പോവുകയും ചെയ്യണം. ബൈക്ക് യാത്രക്കാരടക്കം ഇവിടെ ഇപ്പോഴും വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നമുക്ക് അവരോട് ഒരു ചെറിയൊരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഇവിടെ സ്ഥിരം ഈ ഒരു വഴി യാത്ര ചെയ്യുന്ന ആളാണോ? അതെ, സ്ഥിരം പോകുന്ന ആളാണ്. ഒരു 10 മാസത്തോളമായി ഈ ഒരു അത് 10 മാസത്തോളം, ഏകദേശം 10 താൽക്കാലികമായെങ്കിലും ഒന്ന് റെഡിയാക്കുമായിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. കാരണം ബൈക്ക് യാത്രക്കാർക്കാണല്ലോ ഏറ്റവും വലിയ പ്രയാസം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. മൂന്നാർ പോകുന്ന റോഡാണ്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. നമുക്ക് ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്കൂളുള്ള ദിവസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ബ്ലോക്കാണ് മുഴുവൻ സമയം. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല ബൈക്ക് യാത്ര കാലങ്ങളിലും. അതോ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഴി ഏതാ വഴി ഏതാ ഒന്നും മനസ്സിലാത്ത അവസ്ഥയാണ്.
സ്ഥിരം ബൈക്ക് യാത്രക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ശരി. വഴി സ്ഥിരം യാത്ര ചെയ്താണ്. നമുക്ക് ഈ ഒരു കടയിലെ ഇക്ക കൂടി ചേരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് മഴ പെയ്താൽ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടും, ആർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ല റോഡ്. അതെ, വെള്ളം കെട്ടിയാൽ ഇതിവിടെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡ് വളരെ കാലമായി ഇങ്ങനെ മോശമായിട്ട് കിടക്കും. നന്നാക്കാൻ ആരും വന്ന് നന്നാക്കുന്നില്ല. നന്നാക്കാനായിട്ട് വരാമെന്ന് പറയും, ആരും വരില്ല. വണ്ടി കൊണ്ടുവന്ന് കുറേ കല്ലിട്ടുണ്ട് പോകും. ഇങ്ങനെ വളരെ നാളുകളായി എല്ലാവരും വളരെ വിഷമത്തിലാണ്. തൊട്ടടുത്ത് കട നടത്തുന്ന ആളാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, മുഴുവൻ വെള്ളക്കെട്ടാണ്. ഇപ്പൊ മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികൾ മുഴുവൻ നികന്ന രീതിയിൽ വെള്ളം ഇവിടെ തങ്ങി നിൽക്കും. പിന്നീട് സ്വാഭാവികമായും ഈ വഴി യാത്ര ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ഇപ്പോൾ ഇതൊരു വാട്ടർ അതോറിറ്റിയുടെയും PWDയുടെയും തർക്കമായി നിലനിൽക്കുകയാണ്. ഇത് ഞങ്ങളത് വാട്ടർ അതോറിറ്റിക്ക് വിട്ടുകൊടുത്ത റോഡാണ്, അതുകൊണ്ട് ഇനി അത് നന്നാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്ന് PWD പറയുന്നു. എന്നാൽ PWD ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ താൽക്കാലികമായെങ്കിലും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ PWD ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ അടക്കം വെച്ചുകൊണ്ടാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ ബോർഡ് സ്ഥാപിച്ചത്. അവരുടെ ഈ പൈപ്പ് ഇടാൻ വേണ്ടി ജലജീവൻ മിഷൻ വേണ്ടി പണ്ടേ അവിടെ നമ്മുടെ പകൽമുറ്റം വരെ അവിടെ പണിഞ്ഞ് നിർത്തിയ സാധനമാണത്. ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരെ അറിയാത്ത ആൾക്കാരെ കൊണ്ട് പണിയിപ്പിച്ച് 30 ദിവസം 20 ദിവസമൊക്കെ ആയിട്ട് നീട്ടി റോഡ് ഇങ്ങനെ ആക്കാൻ കാര്യം. ഒരു വർഷത്തിൽ കൂടുതലായി ഇത്. എന്താ പറയുന്നത്, അവിടെ പൊട്ടുമ്പോൾ ഇവിടെ പൊട്ടും, ഇവിടെ പൊട്ടുമ്പോൾ അവിടെ പൊട്ടും. അപ്പൊ അങ്ങനെ ആയി വാട്ടർ അതോറിറ്റിക്കാരാണ് ഈ റോഡ് ഈ വശമാക്കി കണ്ടേക്കണം. PWDനെ തെറ്റു പറയാൻ പറ്റില്ല. എന്നാലും PWDക്കാർ അവിടെ വരെ നിർത്തിയേക്കുന്ന പണി, അവരുടെ പണി തീരാണ്ട് പണി കൂടെ നമ്മൾ പറഞ്ഞു. ആലുവ മൂന്നാർ റോഡിന്റെ പണി ഏകദേശം ഇനി ഈ 4 കിലോമീറ്റർ ഒഴികെയുള്ള ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. പകലമുറ്റം വരും, അതായത് THUS MLAയുടെ വീടിന്റെ അവിടം വരെ പണി കൊണ്ടു നിർത്തിയേക്കാണ്. തോട്ടുമുഖം വരെയാണ് ഈ ഒരു അവസ്ഥ. തോട്ടും വരെ ഈ തോട്ടും വരെ മനുഷ്യൻ ആകെ ഇടങ്ങാറായേക്കാണ്. പൈപ്പിടൽ പണി കഴിഞ്ഞതല്ലേ ഇവിടെ പൈപ്പിടൽ കാണിച്ചാൽ മഴ പിടിച്ചല്ലോ. മഴ പിടിക്കാണ്ട് അയാൾ കോൺട്രാക്ട് വർക്ക് എടുത്തേണ്ട സംഗതിയാണെന്നാണ് പറയണം. അപ്പൊ അയാൾ കോൺട്രാക്ട് പണിക്ക് എടുക്കാണ്ട് അയാൾ പറയണ എന്റെ ഇത് മഴ മാറാണ്ട് അയാൾ പണി പൂർത്തിയാക്കൂല എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. താൽക്കാലികമായെങ്കിലും എത്ര അവിടുത്തെ പരിപാടി ചെയ്തേക്കണം. താൽക്കാലികമായിട്ട് എന്തെങ്കിലും മറ്റിലൊന്നും ഇടും. അത് 2 മഴ ഈ കുളം തന്നെയാവും. ഇപ്പൊ നമ്മ എന്ത് ചെയ്യാൻ, അവരെ തെറ്റുകൊണ്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ MLA ആണ് മെയിനായിട്ടുള്ള ഒരു ഇതായിട്ടുള്ളത്. MLA ഈ MLAക്ക് ഉള്ളൊരു ഞങ്ങൾ MLAനെ ജയിപ്പിച്ച് വിട്ടിട്ട് MLA 2 ദിവസം ആളെ കൂട്ടും, ഒരു ഇത് നടത്തും, അങ്ങോട്ട് പോകും. അതാണ് എൻ്റെ അടുത്ത്. ഇതല്ല, MLA മുൻകൈയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനൊപ്പം കൂടും. ഇത് ജനങ്ങൾ എത്ര അവിടെ ഇവിടെ കൂടുന്നത്, വല്ല പ്രതിഫലം ഉണ്ടാവും. ഒരു രക്ഷയില്ല. ഇവിടെ ആരെയൊക്കെ മരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപകടം ഉണ്ടായി. നമുക്ക് അപകടം ഇപ്പൊ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയോ. ഒരു മറ്റേ ഇതിന്റെ ബോർഡ്, എന്തിന്റെ ബോർഡ്, മറ്റേ അൻസെക്യൂരിറ്റിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപകട മേഖലയിൽ നിന്ന് പറഞ്ഞൊരു ബോർഡാണ് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് ഇപ്പൊ തന്നെ അത് കൃഷി കാണാൻ കഴിയാം. ഒരു 2 വണ്ടി വന്നാൽ ഇപ്പോൾ ഒരുമിച്ച് കടന്നു പോകാൻ കഴിയാത്ത പോലെ റോഡാവും. പിന്നീട് അത് റോഡ് സ്വാഭാവികമായും അത് ബ്ലോക്കിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. കാരണം വളരെ കുറഞ്ഞ സ്ഥലത്തൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഇത്രയും തിരക്കേറിയ ഒരു റോഡ്, ഇത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് വാഹനങ്ങളുടെ ഒരു നിരയുടെ കുറവ് എന്ന് പറയാൻ കഴിയും. അല്ലാത്ത ഘട്ടത്തിൽ ഇങ്ങനെയൊന്നുമല്ല, വാഹനങ്ങൾ വലിയ നീണ്ട നിരയിൽ തന്നെ ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുമ്പോഴും വാട്ടർ അതോറിറ്റിയാണ് എന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് അത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചതാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുമ്പോഴും ഇതിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ഈ പൈപ്പിടൽ പണികൾ പൂർത്തിയായിട്ടും വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് മെല്ലപ്പോക്ക് നടത്തിയെന്നൊരു ആരോപണമടക്കം നേരത്തെ നാട്ടുകാരടക്കം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇത് ഒരു വലിയൊരു പ്രശ്നമായി ഇവിടെ നിൽക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മറ്റിടങ്ങളിലെ പണി പൂർത്തിയെങ്കിൽ പോലും ഇവിടെ ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു പ്രധാനമായ തടസ്സമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഒരു മെല്ലപ്പോക്കാണ്. അതുകൊണ്ട് ഇത് നടപടിയാകുന്നില്ല എന്നൊരു കാര്യമാണ്. ഏതായാലും വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. അത് നിയമസഭയിൽ അടക്കം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ആ പ്രതിഷേധങ്ങൾ തുടർന്നു പോകുമ്പോഴും താൽക്കാലികമായെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ റോഡിലെ ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ 4 ചക്ര വാഹനങ്ങൾക്ക് ഒരുപക്ഷെ ആ കുഴിയിലേക്ക് വീണാൽ പോലും വലിയൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകില്ല. പക്ഷേ അത് 2 വീലറിനെ സംബന്ധിച്ചോളം അത് ജീവനടക്കം 2 വീലർ യാത്രക്കാരെ സംബന്ധിച്ചോളം ജീവനടക്കം അപകടത്തിലാകുന്ന തരത്തിലാണ് ഈ റോഡിലെ ഈ ഒരു 4 കിലോമീറ്ററോളം നീളുന്ന ഈ ഒരു പ്രദേശത്ത് ഉള്ള ഈ ഒരു
റോഡിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഇത് പരിഹരിക്കാൻ താൽക്കാലികമായെങ്കിലും ഇത് പരിഹരിച്ച് അപകടമില്ലാത്ത കാര്യത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ അടക്കം എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നാട്ടുകാർ ഈ ഒരു 4 കിലോമീറ്റർ പാതയെ ഒരു ഓഫ് റോഡായിയാണ് ഇപ്പോൾ അവർ അഭിസംബോധന ചെയ്യുകയും അത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് PWD ആണോ പൊതുമരാമത്ത് വകുപ്പാണോ കുറ്റക്കാരെ എന്ന് ഈ സ്വാഭാവികമായും ഇവിടുത്തെ യാത്രക്കാർക്കോ നാട്ടുകാർക്കോ അത് പറയുന്ന അവർക്ക് അറിയേണ്ട ഒരു സാഹചര്യം, അവർക്കൊരു സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തരിക എന്നൊരു ആവശ്യമാണ് സ്വാഭാവികമായും ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ് ഇത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. 1 വർഷത്തിലധികമായി റോഡിന്റെ അവസ്ഥ ഇതാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മഴക്കാലമായതിനാൽ അപകട സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ് എന്നുമാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ്.